പമ്പയാർ. ഇതില് താലവും കുടമൊന്നുമില്ലല്ലോ, അടുത്തതിലുണ്ടാവും. എവിടെ പാത്രം? എവിടെ? എന്നാ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. അതെന്താ മാഷേ, ഇപ്പോൾ കുച്ചിപ്പുടിയിൽ താലവും കുടവും ഒന്നുമില്ലേ? അതായത് നമുക്ക് ഈ കുച്ചിപ്പുടി സമ്പ്രദായത്തിൽ പല ഐറ്റംസ് ഉണ്ട്. തരംഗമുണ്ട്, ചില കീർത്തനങ്ങൾ, മരകതം, അതിലെല്ലാം നമ്മൾ തട്ട് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ തരംഗം പാറ്റേൺ വിട്ടിട്ട് ഇപ്പോൾ കുറേ പേര് എല്ലാവരും കീർത്തനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നും കളിക്കുന്നവരുണ്ട്. തരംഗത്തിൽ താലം ഉപയോഗിച്ച് ചെയ്യാം, കുടം മൊന്ത ഉപയോഗിച്ച് ചെയ്യാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കൂടുതലും എല്ലാവരും കീർത്തനങ്ങളാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡ് കാണാത്തത്. അപ്പോ ഇത്തവണത്തെ കുച്ചിപ്പുടിയിലെ പരീക്ഷണങ്ങൾ എങ്ങനെയാ? മുൻ വർഷത്തേക്കാൾ എന്ത് പുതുമയാണ് ഇത്തവണ ഉള്ളത്? പണ്ട് കലോത്സവ വേദിയിലെ നിറസാന്നിധ്യവും ഇപ്പോൾ നൃത്താധ്യാപികയുടെ വേഷത്തിലെത്തിയ മൻസിയയോട് തന്നെ ചോദിക്കാം. തലയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ആഡംബരമാണ്. പക്ഷേ ഇതിനേക്കാളൊരു ആഡംബരമായിരുന്നു ഞാനൊക്കെ മത്സരിച്ച സമയത്ത്. വലിയ വലിയ കിരീടങ്ങളായിരുന്നു ഞങ്ങളുടെ തലയിലൊക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അത് ഒതുക്കി ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങി. ട്രഡീഷനിലേക്ക് വരുന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ട്രഡീഷനിലോട്ട് വരുന്നു എന്നാണ് തോന്നിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കുറേ മുമ്പ്, അത് ഞാൻ മത്സരിക്കുന്ന സമയത്തൊക്കെ പല മഞ്ഞ, പച്ച ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റായിരുന്നു എന്നല്ല, ഇപ്പോൾ കുറച്ചുകൂടി അതിനെ പഠിച്ച കുച്ചിപ്പുടി ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പിടികിട്ടി. ഇപ്പോ ഓൾഡ് ഈസ് ഗോൾഡ് ആണ് വൈബ്. എന്നാ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പിള്ളേര് ചോദിക്കുന്നത് പോലെ ഹൗ മച്ച് ഈസ് യുവർ ഔട്ട്ഫിറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചാലോ? ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാരി വന്നിട്ട് 12,000 ആണ് ഇതിൻ്റെ കോസ്റ്റ്. ഒറിജിനൽ കാഞ്ചീപുരമാണ്. അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് വന്നിട്ട് അറൗണ്ട് 3,000 ആയിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം ഒറിജിനൽ ടെമ്പിൾ ഓർണമെൻറ്റ്സ് ആണ്. ഈ മാലയ്ക്ക് മാത്രം ഇപ്പോൾ അത് 32,000 ആണ് മാലയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ നെക്ക് അറൗണ്ട് 5 ഉള്ളിൽ വരും. ഓർണമെൻറ്റ്സും ഏകദേശം ഓരോരോ റേഞ്ചിൽ ഹെഡ്സെറ്റ് 12 to 15 വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം ടെമ്പിൾ ജ്വല്ലറിക്ക് നല്ല കോസ്റ്റാണ്. മാല, മോതിരം, നെറ്റിച്ചുട്ടി. അയ്യോ, ചിലങ്ക എവിടെ? ചിലങ്കയ്ക്ക് എന്ത് ട്രെൻഡ് എന്നോ? നിക്ക് ഇതിനുമുണ്ടേ. 3 ലെയർ ചിലങ്ക, 5 ലെയർ ചിലങ്ക, 1000 മണി ചിലങ്ക, അങ്ങനെ. അല്ല അത് പോട്ടെ, ഈ ഒരു 10 മിനിറ്റ് ഐറ്റം പഠിക്കാൻ എത്ര ചിലവ് വരും? ഈ ഒരു ഐറ്റത്തിന് വേണ്ടി തന്നെ കുറച്ച് ഓൾമോസ്റ്റ് 1 lakhനടുത്തായി. ഇവളിപ്പോൾ എടുത്തത് സബ് ജില്ലയിലും ജില്ലയിലും കളിച്ചത് വേറെ ഐറ്റമാണ്. സംസ്ഥാന കലോത്സവത്തിൽ മാത്രം നമ്മളിത് എടുത്തത് എടുത്തായി. അപ്പോ ആള് ചില്ലറക്കാരിയല്ല. സംസ്ഥാന തലം വരെ എത്താൻ ഇങ്ങനെയാണെങ്കിൽ സബ് ജില്ലയും കടക്കാൻ ഇവർ എത്ര പൊടി പൊടിച്ചിട്ടുണ്ടാകുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നൃത്തത്തിന്റെ പഴമയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ചിലങ്കയുടെ കിലുക്കത്തേക്കാൾ കൂടുതൽ വേദികളിൽ മുഴങ്ങി കേൾക്കുന്നത് വേഷവിധാനങ്ങളിലെ മണിക്കിലുക്കമാണ്. അപ്പോൾ കുച്ചിപ്പുടി വേദിയിൽ നിന്ന് ക്യാമറാമാൻ MG മഞ്ജുഷിനോടൊപ്പം ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണു തള്ളാത്ത അനുഭവസ്ഥ അഞ്ജന രഞ്ജിത്ത്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.